അങ്ങനെ നമ്മൾ നടന്ന് പ്ലസ് ടുവിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ. സോ പ്ലസ് ടുവിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഈ 3 കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആ 3 കാര്യങ്ങളുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, NCERT ടെക്സ്റ്റ് ബുക്ക് ഇതുപോലെ കുറെ നിങ്ങൾ വാങ്ങി വെച്ചിട്ടില്ലേ? ചിലപ്പോൾ തുറന്നിട്ട് കൂടി ഉണ്ടാകില്ല. പക്ഷെ എന്നിരുന്നാലും +1 കഴിഞ്ഞല്ലോ എന്ന ആശ്വാസത്തിൽ അത് തൂക്കി വിൽക്കരുത്. ആവശ്യമുണ്ട്. പ്ലസ് 2 കഴിഞ്ഞിട്ട് നമുക്ക് കീമും അതുപോലെ നീറ്റ് JEE എൻട്രൻസുകൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ NCERT ടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുകൊണ്ട് NCERT ടെക്സ്റ്റ് ഉപേക്ഷിക്കരുതേ. അത് പ്ലസ് 2 കഴിഞ്ഞ് നമുക്ക് ആവശ്യമുണ്ട്. ഇനി ചില കുട്ടികൾ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും, NCERT ടെക്സ്റ്റേ വാങ്ങിയിട്ടില്ല. നിങ്ങളോടല്ല ഞാൻ ഈ കാര്യം പറഞ്ഞത്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ വർഷമെങ്കിലും NCERT ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വാങ്ങണം. വാങ്ങിയാൽ മാത്രം പോരാ, തുറന്നു നോക്കി കൃത്യമായിട്ട് പഠിക്കുകയും വേണം. കാരണം +1 നമുക്ക് കുറച്ച് പണി കിട്ടിയതാണ്. കാരണം എല്ലാ ക്വസ്റ്റ്യൻസും മിക്ക ക്വസ്റ്റ്യൻസും NCERT ടെക്സ്റ്റ് ബേസ്ഡ് ആണ്, കോൺസെപ്റ്റ് ബേസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ NCERT ബുക്ക് വായിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറസ്പെക്റ്റീവ് ഓഫ് ദ സബ്ജക്റ്റ്, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും എല്ലാത്തിനും NCERT ടെക്സ്റ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മൂന്നാമത്തെ കാര്യം, അത് മറ്റൊന്നുമല്ല, അവസാനം പഠിക്കാം എന്ന് വിചാരിച്ചിരുന്ന് +1 നമുക്കൊരു പഠിത്തം തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലേ, ഒരു പണി തന്നെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു പരിപാടി ഈ വർഷം വേണ്ട. നമുക്ക് തുടക്കം തൊട്ട് തന്നെ അടിപൊളിയായിട്ട് പഠിച്ചു പോകണം. ഇനി പോസ്റ്റ്പോൺ ചെയ്യുന്ന പരിപാടിയില്ല. എന്ന് സ്കൂൾ തുറക്കുന്നോ അന്ന് മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്, ക്ലിയർ ആയിട്ട് പഠിച്ചു തുടങ്ങുകയാണ്. നാളെ എക്സാം എന്നൊരു മൂഡുണ്ടല്ലോ, ആ മൂഡിൽ തന്നെയായിരിക്കും ഈ വർഷം മുഴുവൻ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. അപ്പൊ കഴിഞ്ഞ വർഷം പറ്റിയ ആ അബദ്ധം ഇനി പറ്റാനേ പാടില്ല. ഇനി മൂന്നാമത്തെ കാര്യം, ഒരുപാട് പേര് ചിന്തിച്ചിരുന്നത് +1 കയറിയപ്പോൾ ചിന്തിച്ചിരുന്നത് അവസാനം കൊണ്ടുവച്ച് പഠിച്ച് റെഡിയാക്കാം, സെറ്റാക്കാം എന്നാണ്. ആ മിഥ്യാധാരണയൊക്കെ മാറി കിട്ടിയല്ലോ അല്ലേ. +1 പബ്ലിക് എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് അതെല്ലാം മാറിയിട്ടുണ്ടാവും. അപ്പൊ +2 വീണ്ടും അതേ പണി വാങ്ങിക്കൂട്ടണോ? വേണ്ട. അപ്പൊ നമുക്ക് +2 തുടക്കം തൊട്ട് തന്നെ അടിപൊളിയായിട്ട് പഠിച്ച് നൈസാക്കി സെറ്റ് ആക്കണം. കാരണം നിങ്ങൾക്ക് ഈ വർഷം പ്രാക്ടിക്കലി കൂടി എക്സാം വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സാമുകളുടെ ഒരു മേള നിങ്ങളെ കാത്തു നിൽപ്പുണ്ട്. അപ്പൊ നമുക്കിനി ആദ്യം തൊട്ട് തന്നെ അടിപൊളിയായിട്ട് പഠിച്ച് അവസാനം നമുക്ക് ഫൈനൽ റൗണ്ട് സെറ്റ് ആക്കാനുണ്ട്. അപ്പൊ അതാണ് നിങ്ങൾ ഇനി മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം. പോസ്റ്റ്പോൺ പരിപാടി നമുക്കിനി ഇല്ല. ഇനി ഇതിനെല്ലാം കൂടി വേണ്ടി നിങ്ങൾക്കൊരു ഷോർട്ട് കട്ട് മെത്തേഡ് കൂടി വേണം. അതും ഞാൻ പറഞ്ഞുതരാം. ഒന്നുമില്ല, നമ്മുടെ സൈലത്തിന്റെ അഗ്നി ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ മതി. ഫുൾ NCERT ഇവിടെ കവറായി കിട്ടും. ഫുൾ മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ വർക്ക്ഔട്ട് ചെയ്ത് കിട്ടും. തുടക്കം മുതൽ തന്നെ കിടിലം ക്ലാസ്സും കിടിലം എക്സാംസും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഫൈനൽ റിസൾട്ട് സൂപ്പർ ആക്കി തരാം. അപ്പോൾ ഇനിയും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എത്രയും വേഗം ഡീറ്റെയിൽസ് എടുക്കുക, ജോയിൻ ചെയ്യുക, സൂപ്പർ ആക്കാം. +2 നമുക്ക് പൊളിച്ചെടുക്കാം.